ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കോടതി കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാനാവാതെ വേദനിക്കുന്നവർക്ക്, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലൊക്കെ ശിക്ഷ അനുഭവിച്ച് ജയിലിലായിരിക്കുന്നവര്, നിരന്തരം കോടതി കയറിയിറങ്ങി നടക്കേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര്, നീതി ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്നവര് തുടങ്ങി പലവിധ കേസുകളിലൊക്കെ പെട്ട് ജീവിതം ദുരിതം നിറഞ്ഞ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ധാരാളം മക്കള് ഇന്ന് നമുക്കിടയിലുണ്ട്. ഇന്ന് അവരെയൊക്കെ ഓർത്ത് പ്രത്യേകമൊന്ന് പ്രാർത്ഥിക്കണേ. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ്. പലവിധ കേസുകളിൽ പെട്ട് കഴിയുന്നവർക്ക് അതിൽ നിന്ന് ഒരു വിടുതലും മോചനമൊക്കെ ലഭിക്കാൻ സഹായിക്കുന്ന അതിശക്തമായ ഏതാനും വചനങ്ങളാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പല കേസുകളും വളരെ വേഗം സമാധാനപരമായി അവസാനിച്ച ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം. ഏതാനും മാസം മുമ്പ് കൂടി വർഷങ്ങളായി ഡിവോഴ്സിനായി കോടതിയിൽ കേസ് നടന്ന് അത് തീർപ്പ് കൽപ്പിക്കാനാവാതെ വേദനിച്ച ഒരു കുടുംബത്തിനായിട്ട് തുടർച്ചയായി 3 മാസം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്നാണ് വർഷങ്ങളായിട്ട് കിടന്നിരുന്ന ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നും തന്നെ എനിക്ക് യൂട്യൂബിൽ കമൻ്റ് ഇടാറുള്ള ഒരമ്മയുടെ വേദനയാണ് ഇന്ന് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രേരണയായത്. പലപ്പോഴും പ്രാർത്ഥനയിൽ ഞാൻ അമ്മയെയും അമ്മയുടെ മകളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കോടതി കേസുകളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ഇനി മുതൽ ഈ വചനങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനക്കൊന്തയുടെ രൂപത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അപ്രകാരം പ്രാർത്ഥിക്കുക. നമുക്ക് വചനങ്ങൾ നോക്കാം. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം തിരുവചനം. എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. അടുത്ത വചനം നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 17-ാം തിരുവചനം. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റേതാകിയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാനവ തീരുമാനിച്ചു കൊള്ളാം. അടുത്ത വചനം ജോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 3-ാം തിരുവചനം. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക. അടുത്തത് ഏശയ്യായുടെ പുസ്തകം 33-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു, അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു. അടുത്ത വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം. ദൈവമേ, എനിക്ക് നീതി നടത്തി തരണമേ, അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ. അടുത്ത വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26-ാം തിരുവചനം. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. ഇപ്പോൾ നമ്മൾ കേട്ട ഈ 6 വചനങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് ദിവസവും ഈ വചനങ്ങൾ ഉരുവിട്ടുരുവിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആ പ്രയാസത്തിൻ്റെ മേൽ ഈശോ ഇടപെടട്ടെ. എത്രയും പെട്ടെന്ന് കേസുകൾ അവസാനിച്ച് സമാധാനപരമായ ഒരു സാഹചര്യം, ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.